ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2 ദിവസം കപ്പഡോസിയിലെ സ്റ്റേ കഴിഞ്ഞിട്ട് തിരിച്ച് ഇസ്താംബുളിലേക്ക് തന്നെ പോകാം കേട്ടോ. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ പോകണേ ഞങ്ങൾ രാവിലെ തന്നെ. ഓക്കെ, അപ്പം ഞങ്ങൾ നെവ്സഹീർ എയർപോർട്ടിലെത്തിയാണ് കേട്ടോ. കപ്പഡോസിയിലെ അടുത്തുള്ള എയർപോർട്ട് നെവ്സഹീർ എയർപോർട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇസ്താംബുളിലേക്കാണ്. ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് ഇസ്താംബുളിലെത്തി. അതേ ഹോട്ടലിൽ തന്നെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഡിന്നർ ക്രൂസിന് ഇറങ്ങിയേക്കാണ്. അതെ, ഈ കാണുന്ന പെരേമ എന്ന് പറഞ്ഞ ഈ ബോട്ടിലാണ്. ബോട്ടല്ല, ഇതൊരു ആക്ച്വലി ഷിപ്പും അല്ല. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു സൈസുള്ള ഒരു ഷിപ്പ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. ഇത് ഈ ഷിപ്പിന്റെ ഫോർവേഡ് ആണോ ആഫ്റ്റ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, ആഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്. അത് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അകത്ത് കയറിയാൽ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഇതിൻ്റെ പെരേമേ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് ഒരുപാട് ഇതിന്റെ ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ടല്ല, ഇതൊരു ബാർ കൗണ്ടർ കാണാം ഇവിടെ നോക്കുമ്പോൾ. ഇത് ഒരു ബാർ കൗണ്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറാൻ പോകണ്ട, നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണ്. ഇതൊരു പാക്കേജ് ആണല്ലോ. മേളിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്റ്റ് നമുക്ക് സീറ്റ് ഏതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. നമ്മുടെ ടേബിള് റെഡിയാണ് അവിടെ. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ ഇരിക്കാം. ഇവിടെ അല്ലേ? താങ്ക് യു. നമ്മുടെ ബ്രെഡ് വന്നിട്ടുണ്ട്. ബ്രെഡും അപ്പറ്റൈസറും എല്ലാം കൂടിയുള്ളൊരു സംഭവമാണ്. ചീസ് പ്ലേറ്റ് ഉണ്ട്, ചീസ് ഉണ്ട്, കുക്കുംബർ സ്ലൈസ് ഉണ്ട്, പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാലഡ് ഉണ്ട്, പിന്നെ കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഇഷ്ടപ്പെട്ടോ? വാവ്, ബ്രിഡ്ജ് ഉണ്ടോ? ഡോക്ക് ചെയ്തിട്ടാണ്. ഞങ്ങള് ഡിന്നർ കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ അപ്പറ്റൈസർ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് കയറിയതാ. അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രോഗ്രാംസ് ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. എന്താ വ്യൂ നോക്കിയേ. ഒരു പള്ളി, കംപ്ലീറ്റ് മുസ്ലിം പള്ളീസ് ആണ് ഇവിടെ. ഇത് മുസ്ലിം കൺട്രി ആയതുകൊണ്ടാണ് ഒരുപാട് മുസ്ലിം പള്ളീസ് ഉണ്ട്, പള്ളികളുണ്ട്. ലൈറ്റിങ് കണ്ട. പാലത്തിന്റെ മേളിൽ കൂടെ പതിയെ പതിയെ പോകുന്ന വണ്ടികൾ കാണാൻ സാധിക്കും. എന്താണ് ഭംഗി നോക്കി. ലൈറ്റിങ്ങിലാണ് കാര്യം. ഒരുപാട് പേര് നമ്മുടെ ഷിപ്പ് പോകുന്നത് കാണാൻ വേണ്ടി തന്നെ വന്നിപ്പുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, കൈവീശി കാണിക്കുന്നുണ്ട്, ടാറ്റ പറയുന്നുണ്ട്. ഇത് വേൾഡിലെ 4th ലാർജസ്റ്റ് സ്പാൻ ബ്രിഡ്ജ് ആണ് ഈ കാണുന്നത്. ഇതാണ് ബോസ്ഫറസ് സ്പാൻ ബ്രിഡ്ജ്. കണ്ടില്ലേ? വേൾഡിലെ അമേരിക്കയിലെ കഴിഞ്ഞിട്ടുള്ള വലിപ്പമുള്ളതാണ്. അമേരിക്കയിലാണ് ഉള്ളത് ബാക്കിയുള്ള 3 അത് കഴിഞ്ഞിട്ടുള്ള വേൾഡിലെ 4ാമത്തെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജാണ്. അപ്പോൾ കുട്ടിക്കത്തെ തണുപ്പാണ്ട് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ജസ്റ്റ് 2-3 ഫോട്ടോസ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചിരുന്നു. പിന്നെ സ്ഥലത്തിന്റെ ബ്യൂട്ടി കാരണം പിന്നെ എന്താ പറഞ്ഞു തരും. ഏഷ്യയും യൂറോപ്പും ഒരേ ഫ്രെയിമിൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇത് കാണുന്ന കണ്ട ഇത് കണ്ടില്ലേ? ഈ സൈഡിൽ ഏഷ്യ, അപ്പുറത്തെ സൈഡിൽ യൂറോപ്പ്. അതിന് കണക്ട് ചെയ്യുന്ന ആ ബ്രിഡ്ജാണ് ബോസ്ഫറസ് ബ്രിഡ്ജ്. ഇത് വേറെ എങ്ങും കാണാൻ സാധിക്കില്ല കേട്ടോ, ഇവിടെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡൊക്കെ റെഡിയാണ് ഇവിടെ. ലൂക്ക് ലാം കൊഫ്തയിൽ നല്ലൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. പൊന്നൂന് ഇതൊരു വലിയ ഫിഷ്. ജസ്റ്റ് ഡിന്നർ മാത്രമല്ല കേട്ടോ, ഇതുപോലെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ.
വലിയ ടർക്കിഷ് ഫ്ലാഗ് കണ്ടോ ആ കാണുന്നത്, ഇത് ദൂരത്താന്ന് നോക്കി. നമ്മളിപ്പോൾ ബുർസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുർസ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇത് ടർക്കിയിൽ ഇസ്താംബുളിൽ നിന്ന് ഒരു 8 മണിക്കൂർ ദൂരമുണ്ട് ബസ്സിന്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. അവിടെ മഞ്ഞ് കാണാനാണ്, അവിടെയാണ് ടോപ്പ് സ്റ്റേഷനാണ്, ഏറ്റവും ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് സ്കീയിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതോ ഒരു പാലത്തിൻ്റെ മുകളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞതേ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഇപ്പോൾ വലിയ തിരക്കില്ല, തിരിച്ചു വരുമ്പോൾ ട്രാഫിക് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഫെറിയിലാണ് നമ്മൾ തിരിച്ചു വരാൻ പോകുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബുർസയിലേക്ക് പോകുന്ന വഴി ആദ്യത്തെ സ്റ്റോപ്പാണിത്. ഇത് ടർക്കിഷ് ഡിലൈറ്റിൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണമെങ്കിൽ ടർക്കിഷ് ഡിലൈറ്റ്സ് നമുക്കൊന്ന് കയറി നോക്കാം എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. Hello guys, hello everybody. Actually, we have taken upstairs all this time called Officialite. We have more than 60 or 65 flavor. We have so many types like pomegranate, chocolate, rose, and we have new flavor like rolling shake inside. Creamy hazelnut, pistachio, caramel, coffee flavor. The first one, if you want to buy Officialite, you can try the flavor, then you can select. We don't have outside Officialite. You can select your boxes and you can select your flavor. For sizes for boxes, we have 2 sizes actually. This is around 1 kg box. Here you can choose about 7 flavor in this box. This is just a simple, you can choose your flavor up to you. The weight around 1 kilo, 1 kilo 20 gram. And we have a smaller boxes. This will be more suitable for gift. This is around 750 gram. Here you can choose about 5 flavor. All the boxes will make a rabbit. We have vacuum machine, expiry date for 3 months. Okay, we can give it a room temperature. Also for prices, we have 2 sections or 2 groups. The first section we call normal section. ഒരു ലോഡ് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. ചോക്ലേറ്റ്സ് അല്ല, ടർക്കിഷ് ഡിലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചി പാക്ക് ചെയ്യണതാണ് നമ്മളുടെ. ഇവിടുത്തെ ടെറൈൻ കണ്ട ഒരു പ്രത്യേകതരം ടെറൈൻ കണ്ട. പിന്നെ കണ്ടില്ലേ നല്ല ഇല പൊഴിച്ചിരിക്കുന്ന മരങ്ങള്. എന്ത് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നോക്കി ടർക്കി. ഇസ്താംബുളിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് അകത്തേക്ക് മേളിലേക്ക് പോകുന്നുണ്ട് ഞങ്ങള്. റോഡിൽ ചില സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ മഞ്ഞിന്റെ അംശങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടാ. ചെറിയ മഞ്ഞ് വീഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ലുക്ക കേറിക്കോ. തെന്നല്ലേ ഐസ് ചവിട്ടല്ലേ. ഇതൊരു ചെയറാണ്. ഈ ചെയറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മേളിലേക്ക് പോകാൻ പറ്റും. മേളിൽ പോയിട്ട് അതുപോലെ തന്നെ താഴത്തേക്കും വരാം. പിന്നെ സ്കീ ചെയ്ത് ഇവരൊക്കെ ഈ സ്കീ ചെയ്യാൻ പോകുന്നവർ മേളിൽ ചെയറിൽ പോയിട്ട് അവിടെ നിന്ന് സ്കീ ചെയ്ത് താഴേക്ക് വരും. ഞങ്ങൾ ജസ്റ്റ് മേളിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നു. ഒരു അടിപൊളി ഫീൽ ഇട്ടത്. ഈ ഒരു സംഭവം ചെയ്തില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോകാൻ നമുക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൊണ്ടോളയിലാണ്. ഗൊണ്ടോള എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് കവേർഡ് ആയിരിക്കുള്ളൂ. ഇദ്ദേഹം മഞ്ഞ് വീണുണ്ട് അവിടെ താഴെ മരത്തിൽ നിന്ന്. അപ്പോൾ ഈ ആ ഗൊണ്ടോളയ്ക്ക് പകരം ഇത് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇരിക്കണോണ്ടേ ആ ഒരു തണുപ്പും എല്ലാം ഫീൽ ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളി. നല്ല തണുപ്പുണ്ട് കേട്ടോ.
അയ്യോ അയ്യോ എഴുതുന്നത്. Hey, how are you, buddy? Good, good. No, it's fine, bro. Luca? Yes. Did you like it? Yes. സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ ഉണ്ടല്ലേ? ഞങ്ങൾ അധികം നേരം നിന്നില്ലട്ടോ അവിടെ. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് നിന്നുള്ള മേളിൽ നല്ല തണുപ്പാണ്. അവിടെ നിന്ന് എത്രയും ഓൾട്ടിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് നല്ല തണുപ്പുമാണ്. പിന്നെ നമുക്കൊരു ചെറിയൊരു ഡീസൻസ് പോലെ തോന്നും. ഓക്കെ, നമ്മുടെ ചെയറപ്പതേ താഴേക്ക് എത്താറായിട്ടുണ്ട് കേട്ടാ. ഒരു പട്ടിക പോണ്ടിട്ട് അവിടെ താഴെ. ഓ അടിപൊളി. ഈ സ്കീ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ ഈ സംഭവം. അത് ഇനി പഠിച്ചിട്ടൊക്കെ വേണം പോകാൻ. ഇനി നമ്മളിങ്ങനെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴേ പഠിച്ചിട്ട് വേണം പോകാൻ. അവരുടെ ലാൻഡ് ചെയ്യാൻ വേണ്ട, അവർ ഇറങ്ങണേണ്. അത് പൊക്കി നേരെ കൈ പിടിച്ചോ സേഫായിട്ട് ഇറങ്ങി. ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ. ഓക്കെ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഞാൻ എൻ്റെ അത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ അടിപൊളി റെഡി. ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. പക്ഷെ ഒരുപാട് കാൽപ്പാടുകളുണ്ട് ഈ മഞ്ഞിലൊക്കെ. ഉണ്ടല്ലോ, ആളുകൾ ഒരുപാട് പേര് നടന്നു വന്നിട്ടുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടെ ഒന്നും ഇപ്പോൾ ഒറ്റ മനുഷ്യനില്ല കേട്ടോ. ഞങ്ങൾ വെറുതെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് നടന്നു പോകുന്നത് കേട്ടോ. അവരെ വണ്ടിയിൽ അവിടെ തന്നെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഗായ്സ്, ഈ സാധനം ഈ ജെറ്റ്സ്കി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഒരു ഡ്രൈവ് 20 മിനിറ്റ് ഒരു റൈഡ് ഉണ്ട്. ഇവരുടെ ഗ്രൂപ്പായിട്ട് ഇവർ നേരെ കാട്ടിക്കൊണ്ടുവരും, ഇങ്ങനെ നമ്മൾ ഇറക്കിയിട്ട് കൊണ്ടുവരും. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ ഇത്. ഗായ്സ്, ഞങ്ങൾ ബസ്സിന് കറങ്ങി ഹെയർ പിൻ പോലെ കറങ്ങി കയറിയ ആ മല ഞങ്ങൾ ഒറ്റയടിക്ക് ഈ ഗൊണ്ടോളയിൽ താഴെ ഇറങ്ങാൻ പോകണ്ട. ഞങ്ങളുടെ ബസ് താഴെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് നിസ്സാര ദൂരം എന്ന് പറയട്ടെ. 8.8 കിലോമീറ്റേഴ്സാണ് നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് ബുർസ ടൗണിലേക്ക് താഴേക്ക് എത്തണമെങ്കിൽ. 8.8 കിലോമീറ്റേഴ്സ് നമുക്ക് ഈ ഗൊണ്ടോളയിൽ പോകണം കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ മേളിലോട്ട് നോക്കി. സോനീസ് ആണ്. ഓ വാവ്. ഇത് ഗ്രീൻ മോസ്ക് ആണ്. ഗ്രീൻ മോസ്ക് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇതൊരു ഗ്രീൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സിൻ്റെ അകത്തിരിക്കുന്ന പള്ളിയുണ്ടോ. ഈ പള്ളിയുടെ ചുറ്റുപാടും ഇതുപോലെ തന്നെ ഗ്രീൻ ടോമ്പുണ്ട്. അങ്ങനെ 2-3 സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ല, ഇത് കംപ്ലീറ്റ് കല്ലുകൾ കൊണ്ട് മാത്രം പണിതൊരു പള്ളിയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ മാർബിൾ ഒട്ടിച്ചേക്കാണ്.
ഈ മുസ്ലിം പള്ളീനെ ഗ്രീൻ മോസ്ക് എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ കല്ലുകളില്ലേ, ഈ ഗ്രാനൈറ്റുകൾ, അത് കംപ്ലീറ്റ് ടർക്കോയ്സ് നിറത്തിലുള്ളതാണ്. നീലയും പച്ചയോട് കൂടിയായിട്ടുള്ളൊരു തരം കളറുണ്ട്. ആ ഒരു കളറിൻ്റെ വേരിയേഷൻസ് ഉള്ള കല്ലുകളാണ്, ഗ്രാനൈറ്റ്സ്, മാർബിളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഗ്രീൻ മോസ്ക് എന്ന് വിളിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ തന്നെ ഒരു കാലൊക്കെ കഴുകാനുള്ള ഒരു ചെറിയൊരു ഏരിയ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ഈ ഗ്രീൻ മോസ്കിനെ പറ്റി ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടിയ കുറേ ഐഡിയയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഗ്രീൻ മോസ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സിൽക്ക് മാർക്കറ്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു പോകുന്നത് ഫെറി സർവീസിലാണ്. ആ പാലം കിടക്കുന്നത് ഫെറി സർവീസിലാണ്. അപ്പം നമ്മൾ ഇത് കണ്ടില്ലേ, ആ ക്യൂ പോലെ ഈ വണ്ടികളുടെ ക്യൂ, അതിൻ്റെ അകത്തേക്ക് ഇതിലെ കൂടി കയറുകയാണ് നമ്മൾ. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം എന്നാണ് അവർ പറഞ്ഞത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ മേളിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കാം. പിന്നെ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ നിന്നൊരു 40 മിനിറ്റ്സ് ട്രാൻസിറ്റ് ഉണ്ട് ഇവിടെ നിന്ന് അക്കരയ്ക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, റെസ്റ്റ് റൂംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം എന്തൊക്കെയാണെന്ന്. ഞാൻ മേളിൽ ചെന്നിട്ട് കാണിച്ചാൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടുത്തെയാണ്. Now here in ferry boat inside, we will be sailing for 40 minutes to the port of Istanbul city. You can check out from Sabas and go there to close the race cafe. After 40 minutes, come to Sabas the same boat here. Bathroom, toilet in the ground floor, downstairs, okay? Upstairs cafe, downstairs for bathroom. ഒരുപാട് വലിയ വലിയ വണ്ടികളൊക്കെ കയറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. ഇത് കിട്ടില്ലേ, ലോറി, ബസ്, കാറ്, കണ്ടെയ്നേഴ്സ്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല ഹെവി ലോഡ് താങ്ങാൻ പറ്റിയതാണ്. ഈ കാണുന്ന കണ്ടോ, ഇതിൻ്റെ മേളത്തെ നില കണ്ടോ, മേളത്തെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ ഇരിക്കാൻ നമുക്ക് ചെറുതായിട്ടൊക്കെ കിടക്കാനും പറ്റിയ ഒരു സൗകര്യമുണ്ട്. പിന്നെ ചെറിയൊരു കഫറ്റേരിയ ഉണ്ട്, ചായയൊക്കെ കുടിക്കാം, ചെറിയൊരു സ്നാക്സൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു എൻട്രി ഉണ്ട്. ഇത് കണ്ടില്ല, ഇവിടെ നിന്ന് നല്ല തണുപ്പാണ് ആ കാറ്റത്ത്. അധികം നേരം നിൽക്കാൻ പറ്റൂല. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് കയറാം. അപ്പോൾ നമ്മൾ ഇസ്താംബുൾ സിറ്റിയിലേക്ക് കയറിയിട്ടാ. ഇസ്താംബുൾ സിറ്റിയിലേക്ക് നമ്മുടെ ജങ്കാർ എത്തി. നമ്മുടെ വണ്ടി ഓടിച്ചിറക്കുകയാണ്, റോഡിലേക്ക് ഇറക്കുകണ്ട. 8 ദിവസം നീണ്ടുനിന്ന നമ്മുടെ ഈ ടർക്കി യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ പുതിയ യാത്രയ്ക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനായി കാത്തിരിക്കുക. ഇറ്റ്സ് മീ ജിനോ ദ ട്രാവലേഴ്സ് സൈനിങ് ഔട്ട്.